ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സുനിമാമൻ്റെ വീട്ടിൽ കൂടൽ വീഡിയോ ഇടാമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെയും പനിയും ജലദോഷവും വയ്യായികയൊക്കെ കാരണം അതങ്ങ് നീണ്ടു പോയിട്ടോ. എഡിറ്റ് ഒന്നും ചെയ്യാൻ വേണ്ടി സമയം കിട്ടിയതേ ഇല്ല. ഇപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത്. വീട്ടിൽ കൂടലിൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. കസാരകളെല്ലാം പെറുക്കി മുകളിലോട്ട് കൊണ്ടുവച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിലെത്തിയ ഉടനെ സാഗുമോ നമുക്കൊരു ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. എന്തായാലും വീടെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഞാനൊന്ന് കാണിച്ചു തരാം. കുടുംബക്കാരെല്ലാം വന്നതുകൊണ്ട് തന്നെ റൂമെല്ലാം ഏകദേശമൊക്കെ ഫുള്ളാണ് കേട്ടോ. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ആ ഒരു ഭംഗി നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടിൽ കൂടുതൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ട് വീടിൻ്റെയൊക്കെ വീഡിയോസ് ഒന്ന് എടുത്തതാണ് കേട്ടോ. അതൊക്കെയാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. അപ്പം ഇടകലർത്തിയാണ് വീഡിയോ ഇടുന്നതെന്ന് സാരം. കുഞ്ഞുങ്ങളൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മഞ്ചുണ്ടായിരുന്നേ, തക്കു എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സമയം കളയാതെ വീടെല്ലാം വിശദമായി ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതൊരു ബെഡ്റൂമാണ്. നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്ത് കേട്ടോ. ഈ ഒരു റൂം അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂം തന്നെയാണ് കേട്ടോ. പിന്നെ അറ്റാച്ച്ഡ് ഒരു ബാത്റൂമും കൂടെ ഉണ്ട്. ബാത്റൂമിൽ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. ഈ ഒരു റൂമിൽ നല്ലൊരു കട്ടിലും ഒരു കിടക്കയും അതുപോലെ തന്നെ അലമാരയുണ്ട്. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഓരോ റൂമിലും കൊടുത്ത പെയിന്റ് ആണ് കേട്ടോ. ആ ഒരു കോമ്പിനേഷൻ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ റൂമും അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂം തന്നെയാണ്. ഇവിടെ ഒരു കട്ടിലും കിടക്കയും സെറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു അലമാരയും. ടോട്ടൽ താഴെ 3 റൂമാണുള്ളത് കേട്ടോ. അതിൽ 2 റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഒന്നിൽ മാത്രമാണ് ബാത്റൂം ഇല്ലാത്തത്. ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ വീട്ടിൽ കൂടൽ കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോയാണ്. അടുത്ത റൂം വന്നിട്ട് ഇതാണ്. ഇതും അത്യാവശ്യം വലിപ്പമുള്ള റൂമാണ് കേട്ടോ. എല്ലാ റൂമിലൊന്നും പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല അടിപൊളി വ്യൂ ആണ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഹാളാണ് കേട്ടോ. നല്ല അത്യാവശ്യം നീണ്ട ഹാളാണ്. നല്ല വലിപ്പമുണ്ട് കേട്ടോ. എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഹാൾ തന്നെയാണ് കേട്ടോ. ഹാളിൽ നല്ല അടിപൊളി ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാളിന്റെ ഒരു ഫുൾ ആയിട്ടുള്ള വ്യൂ കേട്ടോ. നല്ല സീലിംഗ് ലൈറ്റ് ഒക്കെ കൊടുത്ത് അടിപൊളി സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഹാളിൽ തന്നെ ഒരു സൈഡിലായിട്ട് ഇതേ ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാഷ് ബേസിൻ ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ സുനിമാമനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എവിടുന്ന് കിട്ടി ഇത്തരം നല്ല അടിപൊളി ലൈറ്റുകൾ എന്നേ. സൂപ്പർ ലൈറ്റ് ആയിരുന്നു കേട്ടോ. ഓരോ റൂമിലും ഹാളിലൊക്കെ വെച്ചിരിക്കുന്ന ലൈറ്റ് നല്ല സെറ്റായിരുന്നു ഗൈസ്. പിന്നെ ഇതാണ് ഡൈനിങ് ഏരിയ കേട്ടോ. നല്ലൊരു ടേബിളും അതുപോലെ തന്നെ ചെയറെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ പോയാലും കണ്ണാടി കണ്ടാൽ ഞാൻ വെറുതെ വിടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇവിടുത്തെ കാര്യം പറയണോ. ഈ ഒരു വാഷ് ഏരിയയുടെ ഭാഗത്തായിട്ട് കുഞ്ഞു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അടുക്കളയിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ അടുക്കള. കബോർഡ് സെറ്റ് ചെയ്ത ആ ഒരു കളർ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് അടുക്കളയുടെ ഒരു ഫുൾ വ്യൂ വന്നിട്ട്. നാളെ വീട്ടിൽ കൂടുതൽ പരിപാടിക്ക് ഇടാൻ വേണ്ടിയുള്ള കമ്മലും മാലയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അനിയത്തിമാർ. അമ്മയും ഇളയമ്മയും ദേ ചായ എല്ലാം കുടിക്കുന്നുണ്ട്. വീടിന്റെ പുറകിലായിട്ട് പന്തലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടേബിളും കസാരെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ അപ്പൂനാണെങ്കിൽ ചെറിയ രീതിയിൽ പനിയൊക്കെ വരുന്ന പോലെ ഉണ്ട്. അതാണ് അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു ക്ഷീണമൊക്കെ. കുഞ്ഞുങ്ങളൊക്കെ നല്ല ജോറായിട്ടുള്ള കളിയിലാണ്. പിന്നെ അതേ മാമനെയും മാമീനെയും മകനെല്ലാം പിടിച്ച് ഞാൻ ഇരുത്തിയൊന്ന് വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ. അവരൊക്കെ ഫുൾ തിരക്കിലാണ്. പിന്നെ ഇതും എൻ്റെ മാമനാണ്. സുനിമാമൻ്റെ തൊട്ടു മുകളിലുള്ള മൂത്ത മാമൻ. രാത്രിയിൽ വീടിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ പന്തലൊക്കെ ഇട്ടതുകൊണ്ടേ വീടിൻ്റെ ആ ഒരു ഭംഗി കിട്ടുന്നില്ല ഗൈസ്. പിന്നെ ഞാൻ അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. പന്തലിതേ കുഞ്ഞുങ്ങളൊക്കെ വട്ടം കൂടിയിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വിദ്യയും തക്കൊക്കെ തന്നെയാണ് വിളമ്പുന്നത്. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എല്ലാ ആളുകളായിട്ടോ. പിന്നെ എടുക്കാനും വിളമ്പാനും ഒക്കെ മാമൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എത്തി. പിന്നെ ജഗ പുകയായിരുന്നു. രാത്രിയിൽ ഫുഡായിട്ട് നെയ്ച്ചോറും നല്ല ചിക്കൻ കറിയും അച്ചാറും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണമെല്ലാം കഴിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ പാലക്കാട് ടീംസ് ഒക്കെ എത്തി കേട്ടോ. പാലക്കാട് ടീംസ് എന്ന് പറയുന്നതേ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മക്കളും അവരുടെ ഭർത്താവും കുഞ്ഞുങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കാശിയും ചിന്നു ചേച്ചിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വട്ടം കൂടിയിരുന്ന് വർത്താനാണ് കേട്ടോ. അങ്ങനെ തലേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ അത്രയ്ക്ക് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതേ പിറ്റേ ദിവസം വീട്ടിൽ കൂടലിൽ അന്നുള്ള വീഡിയോസാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഓരോരോ തിരക്കിലായിരുന്നു. തിരക്ക് എന്ന് പറയുമ്പോൾ ജോലി തിരക്കല്ല കേട്ടോ. വെറുതെ വർത്താനം പറഞ്ഞിരിക്കുക, അതന്നെയായിരുന്നു തിരക്ക് കേട്ടോ. എല്ലാവരെയും കാണുമ്പോൾ അങ്ങനെ ഫോൺ എടുത്ത് കളിക്കാനൊന്നും തോന്നിയില്ല. എല്ലാവരോടും വർത്താനം പറഞ്ഞിരിക്കാനാണേ തോന്നിയത്. വീട്ടിൽ കൂടുതൽ സ്പെഷ്യലായിട്ട് ബിരിയാണി ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നേ. അപ്പം ഞങ്ങളെല്ലാവരും ബിരിയാണി എല്ലാം കഴിച്ചു. നമ്മൾ ക്ഷണിച്ച് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യ അതിഥിയായിട്ട് വന്നത് ആരാന്നറിയോ? നമ്മുടെ ജില്ലാ കളക്ടറാണ് കേട്ടോ. അപ്പോൾ അതേ മേഡമാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ സാകേതിൻ്റെ ക്ലാസ്സിലാണ് കേട്ടോ ജില്ലാ കളക്ടറുടെ മോളും പഠിക്കുന്നത്. ഇത്രയും വലിയ തിരക്കിനിടയിൽ
എന്തായാലും നമ്മുടെ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഫാമിലിയും കൂട്ടിയിട്ട് ജില്ലാ കളക്ടർ എത്തിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ. മാമനെയും മാമീനെയൊന്നും വീഡിയോയിലൊന്നും അങ്ങനെ എടുക്കാൻ പോലും പറ്റിയില്ല കേട്ടോ. എല്ലാവരും തിരക്കിലായിരുന്നു, വരുന്ന ഗസ്റ്റിനെയൊക്കെ സ്വീകരിക്കലിലൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ബുദ്ധിമുട്ടിച്ച് പോയി വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. നേരത്തെ എൻ്റെ കൂടെ കണ്ട ആ മോള് എൻ്റെ ഒരു ഫാനാണ് കേട്ടോ. അപ്പോൾ അവളെ നിർത്തിയൊരു വീഡിയോ എടുത്തതാണ്. ഉച്ച വരെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും വന്നിട്ട് വീടിൻ്റെയൊക്കെ വീഡിയോ എടുക്കുകയാണ്. ഏതൊക്കെ എടുത്തു എന്തൊക്കെ എടുത്തു എന്നൊന്നും എനിക്കൊരു ബോധവും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ വന്ന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈകുന്നേരം നേരത്താണ് വീണ്ടും തിരക്കായത് കേട്ടോ. വൈകുന്നേരം കിട്ടായപ്പോഴത്തേക്കും വീണ്ടും അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങി. അങ്ങനെ ദേ കുഞ്ഞുങ്ങളൊക്കെ ഫുഡെല്ലാം കഴിച്ചൊരു മൂലയിലിരിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മുകളിലൊരു വ്യൂ കേട്ടോ. കുറച്ചങ്ങ് കഴിയുമ്പോഴേ ഇവിടെയൊക്കെ കോട മൂടും കേട്ടോ. അപ്പോഴാണ് ഇവിടെയൊക്കെ കാണാൻ അടിപൊളി. കിട്ടിയ ഗിഫ്റ്റിൽ ഏതോ ഒരു ഗിഫ്റ്റ് എടുത്ത് നമ്മുടെ സാഗു അതിസാഹസികമായി തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്ന വീഡിയോ ഒക്കെ നമ്മുടെ വീട്ടിൽ കൂടുതൽ കഴിഞ്ഞതിന് ശേഷം പോയി എടുത്തതാണ് കേട്ടോ. മതിലിന്റെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞു, മുറ്റമെല്ലാം നല്ല സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സുനിമാമന്റെ ഫാമിലിയുടെയും കൊച്ചു സ്വർഗം. അന്ന് പന്തലെല്ലാം ഫ്രണ്ടിൽ കെട്ടിയതുകൊണ്ട് വീടിൻ്റെ ആ ഒരു ഭംഗി മനസ്സിലാവുന്നുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീഡിയോ എടുത്തത്. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് വീട്ടിൽ കൂടുതലൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു കേട്ടോ. മഴയൊന്നും നമ്മളെ ചതിച്ചില്ല ഗൈസ്. അപ്പോൾ സുനിമാമൻ്റെ വീട്ടിൽ കൂടുതൽ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ. ടാറ്റാ ബൈ ബൈ, സീ യു.